ഹായ് ഗൈസ്, ഐം ഡോക്ടർ അജിൻഷ. കുട്ടികളിൽ കാണപ്പെടുന്ന കൃമിശല്യത്തിന് മെഡിസിൻ എടുക്കുന്നതിൻ്റെ കൂടെ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ചർച്ച ഉപയോഗിച്ച വസ്ത്രങ്ങളെല്ലാം ഇന്നോവേഴ്സ് ആവട്ടെ തുണികളാവട്ടെ അവയെല്ലാം ചൂടുവെള്ളത്തിൽ കഴുകിയതിന് ശേഷം വെയിലത്തിട്ട് ഉണക്കിയിട്ട് മാത്രം വീണ്ടും യൂസ് ആക്കുക. കുട്ടികളുടെ നഖം വെട്ടിക്കൊടുക്കുക. കാരണം ഇതിൻ്റെ മുട്ടകൾ പ്രവേശിച്ചിട്ട് അത് നഖം കടിക്കുന്നതിലൂടെ അവരുടെ വായിലെത്തുകയും ഈ കൃമിശല്യം വീണ്ടും ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. കുട്ടികൾക്ക് ഇടയ്ക്കിടയ്ക്ക് കൈ വായിലിടുകയും മൂക്കിലിടുകയും എന്നൊക്കെയുള്ള ശീലമുള്ളത് കൊണ്ട് കൈ ഇടയ്ക്കിടയ്ക്ക് സോപ്പിട്ട് 20 സെക്കൻഡെങ്കിലും സോപ്പിട്ട് കഴുകി കൊടുക്കാൻ ശ്രദ്ധിക്കുക. മാത്രമല്ല, പഴങ്ങളും പച്ചക്കറികളും ഉപയോഗിക്കുന്നതിന് മുന്നേ നല്ലപോലെ വൃത്തിയായി കഴുകിയതിന് ശേഷം മാത്രം യൂസാക്കുക. കുഞ്ഞുങ്ങൾ പുറത്ത് കളിക്കാൻ പോകുമ്പോൾ നിർബന്ധമായും പാദരക്ഷകൾ, ചെരുപ്പോ ഷൂസോ ഇട്ട് കൊടുക്കാൻ നിർബന്ധമായും ശ്രദ്ധിക്കുക. ഭക്ഷണം അടച്ചു വെച്ച് മാത്രം കഴിക്കുക. ഒരിക്കലും തുറന്നിട്ട് കഴിക്കരുത്. ഇതിൽ ഈച്ചകളൊക്കെ വന്നിരുന്ന് അവരുടെ കാല് വഴി മുട്ടകൾ നമ്മുടെ ശരീരത്തിൽ കയറാനുള്ള ചാൻസ് ഉണ്ട്. മരുന്ന് കൃത്യമായി കഴിക്കുന്നതിനോടൊപ്പം തന്നെ ഈ പറയുന്ന കാര്യങ്ങളും കൂടെ ശ്രദ്ധിച്ചാൽ കൃമിശല്യത്തിൽ നിന്നും പൂർണ്ണമായ മുക്തി നമുക്ക് നേടാവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.